Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാമിന് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എന്നാൽ വളരെ സ്കോറിംഗ് ആയ ഒരു സർക്യൂട്ട് പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് വളരെ ഈസി ആയി പഠിക്കാൻ പോകുന്നത്. ആദ്യം പാർട്ട് എ നോക്കാം. 6 ഓം ഉള്ള 3 റെസിസ്റ്ററുകൾ എങ്ങനെ കണക്ട് ചെയ്താലാണ് ടോട്ടൽ 9 ഓം കിട്ടുക? അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. 9 ഓം എന്ന് പറയുന്നത് 6നേക്കാൾ കൂടുതലും എന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന 12നേക്കാൾ കുറവുമാണ്. സോ നമ്മൾ സീരീസും പാരലും മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. ആദ്യം നമ്മൾ രണ്ട് 6 ഓം റെസിസ്റ്ററുകൾ പാരലൽ ആയി കണക്ട് ചെയ്യുന്നു. അതിന്റെ പാരലൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. 1/Rp = 1/6 + 1/6. ഇത് ആഡ് ചെയ്യുമ്പോൾ 2/6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കൃത്യമായി 1/3 എന്ന് കിട്ടും. അതുകൊണ്ട് ഇവിടുത്തെ പാരലൽ റെസിസ്റ്റൻസ് 3 ഓം ആണ്. നമുക്ക് 3 ഓം കിട്ടി. ഇനി 9 ആവാൻ 6 കൂടെ വേണം അല്ലേ? സോ ഈ 3 ഓം കോമ്പിനേഷനെ മൂന്നാമത്തെ 6 ഓം റെസിസ്റ്ററുമായി സീരീസ് ആയി കണക്ട് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 3 ഓം + 6 ഓം. നമുക്ക് ചോദിച്ച കറക്റ്റ് ആൻസർ ആയ 9 ഓം എന്ന് കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾ പാർട്ട് ബിയിലെ ഓർ ക്വസ്റ്റ്യൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഈ കാണുന്ന സർക്യൂട്ടിലെ 2 ഓം റെസിസ്റ്റർ മാത്രം എത്ര പവർ ആണ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം. ഈ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 6 വോൾട്ട് ബാറ്ററിയും 2 റെസിസ്റ്ററുകളും നിങ്ങൾക്ക് കാണാം. ഇനി ആൻസർ നോക്കാം. പവർ കാണാൻ ആ 2 ഓം റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ആയി ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. 1 ഓം 2 ഓം റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 + 2 = 3 ഓം എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടോട്ടൽ വോൾട്ടേജ് V 6 വോൾട്ട് ആണ്. ഇനി സർക്യൂട്ട് കറന്റ് I കാണാൻ നമുക്ക് അറിയാവുന്ന ഓംസ് ലോ അപ്ലൈ ചെയ്യാം. കറന്റ് I = വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, അതായത് 6 / ടോട്ടൽ റെസിസ്റ്റൻസ് ആയ 3. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കറന്റ് കൃത്യമായി 2 ആംപിയർ എന്ന് കിട്ടും. നമ്മൾ ഫൈനൽ ആൻസറിന് തൊട്ടടുത്തെത്തി. 2 ഓം റെസിസ്റ്ററിൽ മാത്രം എത്ര പവർ കൺസ്യൂം ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കറന്റും റെസിസ്റ്റൻസും അറിയാവുന്നതുകൊണ്ട് ഉപയോഗിക്കേണ്ട ഫോർമുല പവർ P = I²R. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറന്റ് 2 ആയതുകൊണ്ട് 2² × 2, അതായത് 4 × 2. ഫൈനൽ ആൻസർ 8 വാട്ട് എന്ന് കിട്ടും. ആൻസറിന്റെ കൂടെ എപ്പോഴും യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. എക്സലന്റ്. ഇതുപോലെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കീപ്പ് പ്രാക്ടീസിംഗ് ആൻഡ് ഹാപ്പി ലേണിംഗ്.